മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പിറവി തിരുനാളിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുകയാണ്. ഈ പിറവി നമുക്ക് ഒരു അനുഭവമായി തീരുന്നതിന് വേണ്ടിയിട്ട് ഈശോനാഥൻ ഇന്ന് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 24-ാമത്തെ അധ്യായത്തിന്റെ 45 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഒരു യജമാനൻ തന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാനായിട്ട് ഏൽപ്പിച്ച ഒരു ഭൃത്തിന് സദൃശ്യമാണ് സ്വർഗരാജ്യം എന്ന് പഠിപ്പിക്കുകയാണ്. ഈ ഭൃത്യൻ യജമാനൻ പോയതിനു ശേഷം ഭവനത്തിലുള്ളവരെയൊക്കെ ഭരിക്കുകയും അവരെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്, പല വിധത്തിൽ പീഡിപ്പിക്കുകയാണ്. അവസാനം പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ അവൻ തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഈ തിരുവചന ഭാഗത്തിലൂടെ ഈശോ പഠിപ്പിക്കുന്നത് ജാഗരൂകതയുണ്ടാകണം, വിശ്വസ്തതയുണ്ടാകണം, വിവേകമുണ്ടാകണം. ഈ 3 കാര്യങ്ങൾ ക്രിസ്ത്യാനികളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുക. വിശ്വസ്തത, വിവേകം, ജാഗരൂകത. ഈശോനാഥൻ ഏതു നിമിഷം വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ദൈവത്തിന്റെ ഇടപെടല് ഏതു നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതിനുവേണ്ടി ജാഗരൂകതയോടെ നമ്മൾ കാത്തിരിക്കണം. ഈ ലോകത്തിൽ തിന്മ പ്രവർത്തിച്ചുകൊണ്ട് തിന്മയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കഴിയരുത്. തിന്മ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കഴിയരുത്. പ്രത്യുത സദാ ജാഗരൂകതയോടെ ഈശോ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയെ സ്വീകരിക്കാൻ തക്ക വിധത്തിലുള്ള ഒരുക്കത്തോടുകൂടെയുള്ള ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. അതിന് ജാഗരൂകത ആവശ്യമാണ്. ഒരു നിമിഷം പോലും തിന്മ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാവരുത്. 2, വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വിശ്വസ്തത എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ദൈവം നമുക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കുടുംബജീവിതത്തിലായിരിക്കാം, നമ്മുടെ സമർപ്പണ ജീവിതത്തിലായിരിക്കാം, മറ്റു ജീവിത അന്തസ്സുകളിലായിരിക്കാം, നമ്മുടെ ജോലി മേഖലകളിലായിരിക്കാം. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങള് അത് എത്രമാത്രം വിശ്വസ്തയോട് കൂടെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തെ, ജീവിത പങ്കാളി, മക്കളെ, മാതാപിതാക്കളെയൊക്കെ എത്രമാത്രം വിശ്വസ്തയോടെ അവരെ സ്നേഹിച്ച് പരിപാലിച്ച് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ജോലി മേഖല എത്രമാത്രം സത്യസന്ധതയോടും തീക്ഷ്ണതയോടും കൂടെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വിശ്വസ്തത നമുക്ക് ആവശ്യമാണ്. 3, വിവേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നന്മയെ തിന്മയെ തിരിച്ചറിയാനുള്ള കഴിവാണ് വിവേകം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും വിവേകമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. വിവേകം, നന്മ തിന്മ തിരിച്ചറിയാനുള്ള കഴിവ്. നമുക്ക് മുൻപില് നന്മയായിട്ട് പോലും തിന്മ കടന്നു വരും. അതിലെ തിന്മയെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് വിവേകം ഉണ്ടാകണം. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കൃപയാണ് വിവേകം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഈ കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുവാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയം വരുന്നതിന്റെ കാരണം എന്താ? വിവേകമില്ലാത്തത് കൊണ്ടാണ്. നന്മയുടെ രൂപത്തിൽ വരുന്ന തിന്മയെ നമ്മൾ അറിയാതെ തന്നെ സ്വീകരിക്കും. അത് നമുക്കറിയില്ല. വിവേകമുണ്ടെങ്കിലേ നമുക്കത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് പരിശുദ്ധാത്മാവ് തരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവേകം, എന്റെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളില് നന്മ ഏതെന്നും തിന്മ ഏതെന്നും, എന്റെ ജീവിതത്തിന് നന്മയായിട്ടുള്ളത്, എന്റെ ജീവിതത്തിന് തിന്മയായിട്ടുള്ളത്, അതായത് ഈശോയ്ക്ക് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്, പ്രവർത്തിക്കാൻ കഴിയാത്തത്, ഇത് തിരിച്ചറിയാനായിട്ടുള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകട്ടെ. പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്നതിന്റെ ഈ 5-ാം ദിവസം ഈശോയെ വിവേകവും വിശ്വസ്തതയും ജാഗരൂകതയും നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ച് ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ.
ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് ദിവസം അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും, ബന്ധനങ്ങളും, കെട്ടുകളും, പിശാചിന്റെ ഉപദ്രവങ്ങളും, നാരകീയ ശക്തികളുടെ ഉപദ്രവങ്ങളും, പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങളും നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ വിട്ടുമാറട്ടെ. ദുരാത്മശക്തികൾ ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.